മൊറോക്കോയിലെ ഞങ്ങൾ സഞ്ചരിച്ച വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോകളിലൂടെ കഴിഞ്ഞ വീഡിയോയിൽ നാം മെറാക്കിഷിലെത്തി. മൊറോക്കോയിലെ പ്രകൃതി സൗന്ദര്യവും നിർമ്മിതികളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൂടെ കണ്ടു. മെറാക്കിഷിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. മെറാക്കിഷിലെ കുത്തുബിയ, പ്രസിദ്ധമായ കുത്തുബിയ മസ്ജിദും മിനാരവും ബഹിയ പാലസും അതേപോലെ അവിടുത്തെ മാർക്കറ്റും ഹോട്ട് എയർ ബലൂണും ഒക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിക്കുകയാണ്. നാട്ടിലേക്ക് തിരിക്കുന്നത് വരെ ഈ വീഡിയോയിലൂടെ നിങ്ങളും എൻ്റെ കൂടെ സഞ്ചരിക്കുക. ശേഷം ഒന്ന് ആലോചിക്കുക, ഒന്ന് പോയാലോ എങ്കിൽ വിളിക്കുക എന്നെ, നമുക്ക് പോകാം ഒരുമിച്ച് ഒരു യാത്ര. വീഡിയോയിലേക്ക് കടക്കുന്നു. മെറാക്കിഷിലെത്തിയ ഞങ്ങൾ സുനീർ കാൻഡിയുടെ ചിക്കാൻഡി ഹോട്ടലിൽ ഡിന്നറിന് വേണ്ടിയെത്തി. അദ്ദേഹത്തെയും കുടുംബത്തെയും സഹോദരങ്ങളെയും ഒക്കെ കാണാനും പരിചയപ്പെടാനും സാധിച്ചു. ശേഷം ഞങ്ങൾക്ക് താമസം ഒരുക്കിയിരിക്കുന്ന സെപ്പേർ റിസോർട്ട് ആൻഡ് സ്പായിൽ എത്തി. രാവിലെ ഞങ്ങൾ നേരെ പോയത് കുത്തുബിയ മസ്ജിദിലേക്കാണ്. മൊറോക്കോയിൽ ഏത് വഴി പോയാലും വല്ലാത്ത സൗന്ദര്യമാണ്. ഇവിടെ മെറാക്കിഷിലെ ഈ റോഡിൻ്റെ ഇരുവശവും നോക്കൂ. ഇതാണ് പ്രസിദ്ധമായ കുത്തുബിയ മസ്ജിദും മിനാരവും. തൊള്ളായിരത്തോളം വർഷം പഴക്കമുള്ള മെറാക്കിഷിലെ ഏറ്റവും വലിയ പള്ളി. AD 1147 അൽ മൊറാവിഡ് രാജവംശത്തിൽ നിന്നും മെറാക്കിഷ് കീഴടക്കിയ അൽ മൊഹദ് രാജവംശത്തിന്റെ ഖലീഫ അബ്ദുൽ മുഅ്മിൻ സ്ഥാപിച്ചതാണ് ഈ പള്ളി. 1147 തറക്കല്ലിട്ട പള്ളിയുടെ പണി പൂർത്തിയാകുന്നത് 1158 അതിനു മുമ്പ് മുൻ രാജവംശം നിർമ്മിച്ച പള്ളി പൊളിച്ചു കളഞ്ഞാണ് തൊട്ടടുത്ത് ഈ പള്ളി പണിതത്. പഴയ പള്ളിയുടെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. പള്ളിയുടെ കിബില നിർണയം ശരിയല്ല എന്ന് പറഞ്ഞാണ് പഴയ പള്ളി പൊളിച്ചതത്രേ. ഖലീഫ യാക്കൂബ് അൽ മൻസൂറാണ് 1195 ഈ മിനാരം നിർമ്മിച്ചത്. മെറാക്കിഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കായ ഈ മിനാരത്തിന് 77 മീറ്റർ നീളമുണ്ട്. അൽ മൊഹദ് രാജവംശത്തിന്റെ വാസ്തുവിദ്യയുടെ മനോഹര നിർമ്മിതിയാണ് ഇത്. പൊളിച്ചു കളഞ്ഞ ആദ്യത്തെ പള്ളിയുടെ മിഹ്റാബ് ആ കാണുന്ന ചുമരിൽ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത സന്ദർശന കേന്ദ്രം ബഹിയ കൊട്ടാരമാണ്. പോകുന്ന വഴിയിൽ ഒരു ഗാർഡനിൽ ഞങ്ങൾ ഇറങ്ങി. കൂടെയുള്ള ഫത്തുഹുദ്ദീൻ മൗലവിക്ക് നാട്ടിലേക്ക് കൊണ്ടുപോവാൻ ഓറഞ്ച് തൈ വാങ്ങണമെന്ന് പറഞ്ഞു.
ആ ഗാർഡന്റെ ഉള്ളിലെ കാഴ്ച കണ്ടില്ലേ? ഈ വലിയ മരങ്ങളും വിൽക്കാൻ വെച്ചതാണ്. ഇത് ഇങ്ങനെ വലിയ വണ്ടികളിൽ കയറ്റി കൊണ്ടുപോവുകയാണത്രേ. ഇത് എങ്ങനെ കയറ്റും? ശരിക്കും അത്ഭുതം തോന്നി. പക്ഷെ നല്ല കച്ചവടമാണ് ഇവിടെ. ശേഷം ഞങ്ങൾ ബഖിയ പാലസിലെത്തി. ഇത് കൊട്ടാരത്തിന്റെ ഗ്രാൻഡ് കോർട്ട്യാർഡാണ്. വേറെയും കോർട്ട്യാർഡുകൾ ഉണ്ട്. അപ്പുറത്ത് നിരവധി റൂമുകളുണ്ട്. അവിടെയൊക്കെ ചരിത്രങ്ങളുമുണ്ട്. വല്ലാത്തൊരു ഭംഗി തന്നെ. മൊറോക്കൻ ഇസ്ലാമിക് വാസ്തുവിദ്യയിൽ 1860 പണി ആരംഭിച്ച ഈ കൊട്ടാരത്തിന്റെ പണി പൂർത്തിയാകുന്നത് 1900-ലാണ്. 1860 അലവി രാജവംശത്തിന്റെ സുൽത്താൻ മുഹമ്മദ് ബിൻ അബ്ദുൽ റഹിമാന്റെ കീഴിൽ ഗ്രാൻഡ് വിസിയർ ആയിരുന്ന സി മൂസയാണ് കൊട്ടാരത്തിന്റെ പണി തുടങ്ങിയത്. അടുത്ത ലക്ഷ്യം ഇവിടെ ഏറ്റവും വലിയ മദീന മാർക്കറ്റ് ജമാ അൽഫനയാണ്. കുതിരവണ്ടി ഇവിടെ ഒരു പ്രധാന വാഹനമാണ്. ജമാൽ ഫനായിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ് പോലെ കുതിരവണ്ടികളുടെ നീണ്ട നിര. അതിവിശാലമായ ഒരു കോട്ടാണിത്. വിവിധ കലാരൂപങ്ങൾ നമുക്കിവിടെ കാണാം. ഇവിടെ മുഴുവൻ പാമ്പുകളാണ്. വെറുതെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല, സംഭാവന ചോദിക്കും. വിവിധ തരം കച്ചവടങ്ങൾ നമുക്കിവിടെ കാണാം. എല്ലാം ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. നല്ല ജ്യൂസുകൾ ഇവിടെ കിട്ടും.
അവർ കടയിലേക്ക് മാടി വിളിക്കും, ടേസ്റ്റ് ചെയ്യാൻ അല്പം നമുക്ക് തരും. വല്ലാത്ത സ്നേഹമുള്ള മനുഷ്യർ. വിവിധ തരം ഈത്തപ്പഴങ്ങളും നട്ട്സും ഇവിടെയുണ്ട്. ഈ ആടിൻ്റെയും മറ്റും തലയുടെ കാഴ്ചകൾ എങ്ങനെയുണ്ട്? നല്ല കച്ചവടമാണ്. കബാബും മത്സ്യവും മറ്റും എല്ലാം ഇവിടെയുണ്ട്. മൊറോക്കോയിലെ ആമയെ കണ്ടില്ലേ? ഇവിടെ പാടി ആസ്വദിക്കുകയാണ്. ഇവിടെ മൈലാഞ്ചി ഇട്ട് കൊടുക്കും. വീഡിയോയിൽ അവരെ കാണുന്നത് ഇഷ്ടമല്ലെന്ന് അവരുടെ ആക്ഷനിൽ മനസ്സിലായി. ഇവിടെ മറ്റൊരു കലാപരിപാടി. മെറാക്കഷിലെ ഹോട്ട് എയർ ബലൂൺ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബലൂണിൽ തീയിട്ട് കാറ്റ് നിറക്കുന്ന കാഴ്ച അതൊന്ന് വേറെ തന്നെ. എന്റെ കൂടെ ഉണ്ടായിരുന്ന 35 പേരിൽ 24 പേരും ഹോട്ട് എയർ ബലൂണിൽ കയറി. പേർ ഒരു ബലൂണിലും ഞാനും മറ്റ് 2 പേരും മറ്റൊരു ബലൂണിലും ആയിരുന്നു.
ശേഷം ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റും അവരുടെ സർട്ടിഫിക്കറ്റും. വിശേഷങ്ങളെല്ലാം പറഞ്ഞു തീർന്നില്ല. ഒരുപാട് സന്തോഷ നിമിഷങ്ങളും മനോഹര കാഴ്ചകളും സമ്മാനിച്ച മൊറോക്കയോട് ഞങ്ങൾ യാത്ര പറയുകയാണ്. ഒരു പ്രതിസന്ധികളുമില്ലാതെ ഞങ്ങളുടെ യാത്രയെ സംരക്ഷിച്ച നാഥന് സർവസ്തുതിയും. ഗുഡ് ബൈ മൊറോക്കോ. മൊറോക്കോയിലൂടെയുള്ള ഞങ്ങൾ സഞ്ചരിച്ച വഴിയിലൂടെയുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയുമുണ്ട് ഒരുപാട് സഞ്ചാരങ്ങൾ. അടുത്തത് തുർക്കിയിലേക്ക് പോവുകയാണ്. ഒക്ടോബർ 26-നാണ് മൊറോക്കോയിലേക്ക് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സാധിക്കുന്നവർ കൂടെ വരിക. സാമ്പത്തികമായും ആരോഗ്യവും ഒക്കെ അള്ളാഹു നൽകിയ യാത്ര പ്രയാസമില്ലാത്തവരൊക്കെ ആലോചിക്കുക. കാരണം ഇതൊക്കെ നമുക്ക് കഴിയുന്ന കാലത്ത് ഒരു കാലത്തെ നടക്കൂ. ഒന്നും മാറ്റിവെച്ചിട്ട് കാര്യമില്ല എന്ന് ഓരോ കാര്യങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ ചെയ്തത് എന്ന് നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല. ഒരു ദിവസം നമ്മൾ ഇവിടെ നിന്ന് അപ്രത്യക്ഷമാവും. സാധിക്കുന്നവർ യാത്രകൾ പോകുക. അള്ളാഹു ഈ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചത് സൗന്ദര്യമായാലും മറ്റെന്താണെങ്കിലും അതൊക്കെ നമുക്ക് കാണാനും നമുക്ക് അവൻ്റെ വലിപ്പം മനസ്സിലാക്കാനും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ഇത്രയും യാത്രയെ പ്രോത്സാഹിപ്പിച്ചത്. ഒക്ടോബർ 26-ന് മൊറോക്കോ പോകുന്നു. നവംബർ 23-ന് തുർക്കിയിലേക്ക് പോകുന്നു. ഡിസംബറിൽ മറ്റൊരു യാത്ര. ജനുവരിയിൽ അസർബൈജാനിലേക്ക് യാത്ര. ഫെബ്രുവരിയിൽ കസാക്കിസ്ഥാനിലേക്ക് പോകുന്നു. അങ്ങനെ ഒരുപാട് യാത്രകൾ. തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു. നമുക്ക് പ്രവാചകന്മാരുടെ ചരിത്രം തുടരേണ്ടതുണ്ട്. അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് പുതിയ ചരിത്രവുമായി വീണ്ടും കാണാം.